ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ 2025 എല്ലാവരുടെ ആഗ്രഹങ്ങളും എല്ലാം ഈ വർഷം നടക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ഞങ്ങളുടെ ആഗ്രഹങ്ങളും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടക്കണം ചെയ്യണം എന്നൊക്കെ ഉണ്ട് ഈ വർഷം. അപ്പോൾ അങ്ങനെ 2025 നമ്മുടെ ആദ്യത്തെ ട്രിപ്പാണ് ഇന്നിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്. ഇന്ന് ജനുവരി 2 നമ്മൾ പോകുന്നത് സ്കോട്ട്ലൻഡാണ്. ഇപ്പോൾ സമയം കറക്റ്റ് 4:10 പുലർച്ചെ. അപ്പോൾ നമ്മൾ 4:30 കറക്റ്റ് ഇവിടുന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് ഇറങ്ങുന്നത്. അപ്പോൾ അത്ര തന്നെ കുറേ ആയി നമ്മൾ ലെങ്തി വീഡിയോ ഇട്ടിട്ട്. ഞാൻ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട്. എത്ര പേര് കാണുന്നുണ്ടെന്നൊന്നും അറിയില്ല. ഈ വീഡിയോ ഇനിയിപ്പോൾ എത്ര പേര് കാണും എന്നൊന്നും അറിയില്ല. വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അധികം ലഗേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ ഒരു ബാഗാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. കാരണം നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് EasyJet ആണ്. നമ്മൾ മുന്നേ പാരീസിലൊക്കെ പോയപ്പോൾ നമുക്ക് അങ്ങനെ ലഗേജ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. സെയിം ഫ്ലൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു 3 ദിവസമായതുകൊണ്ട് ആകെ ഒരു ബാഗ് എടുക്കുന്നത്. അധികം ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെ. പിന്നെ പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന ഒരു ബാഗ് എന്ന് പറയുന്നത്. 2 പേരും കൂടി ഈ ഒരു ബാഗാണ് എടുക്കുന്നത്. ഒരുപാട് ലഗേജ് ഒന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല നമുക്ക്. പിന്നെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. പുലർച്ചെ 4:30 ലണ്ടനിൽ ട്രെയിൻ പിടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും. നമുക്ക് നേരെ വിക്ടോറിയ പോകണം. വിക്ടോറിയ ഗാറ്റ്വിക്ക് എയർപോർട്ടിലേക്ക്. നമ്മള് ഗാറ്റ്വിക്ക് എയർപോർട്ടിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ്. അതെ, ഹോസ്പിറ്റലിൽ നിന്ന് ഫ്ലൈറ്റ് വരുന്നത് 8:30 അപ്പോൾ ഞങ്ങൾ സ്റ്റേഷൻ എത്തിയപ്പോൾ സ്റ്റേഷന് ക്ലോസ് ആയിരുന്നു കേട്ടോ. ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ അടുത്തുള്ള സ്റ്റേഷന്. അങ്ങനെ ഞങ്ങൾ ഇൽഫോർഡ് പോയി. ഇൽഫോർഡിലേക്ക് ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോയത്. എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് ബസ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മുടെ ടൈമും എല്ലാം തെറ്റിയിട്ടുണ്ടാവും. ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് പോയിട്ട് ഇറങ്ങി. പിന്നെ അവിടുന്ന് ട്രെയിൻ എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. നമ്മൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ടാണോ എന്ന് അറിയില്ല, ആ സമയത്ത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ വർക്കിനൊക്കെ പോകുമ്പോൾ 5 മണിക്കൊക്കെ ഓപ്പൺ ആവാറുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി നേരത്തെ ആയതുകൊണ്ടാവണം. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ട് ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇവർ നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. അതായത് ലെങ്ത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാഗ് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടുന്ന് ഞങ്ങളുടെ ബാഗ് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയൊന്നുമില്ല. പക്ഷേ തിരിച്ച് വരുന്ന സമയത്ത് അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു ലെങ്ത്ത് കൂടുതലാണ്, നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് വേണം ബാഗ് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ സ്കോട്ട്ലാൻഡിൽ എത്തിയിട്ടുണ്ട്, എഡിൻബ്രയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും ഒന്ന് ഫുഡൊക്കെ ഒന്ന് കഴിക്കണം. പിന്നെ എനിക്ക് ലെങ്ത്ത് കൂടിയിട്ടുള്ള ഷോക്സ് എടുക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് JDയിലാണ് കേട്ടോ പോകാൻ പോകുന്നത്. ഇതിനുള്ളിൽ ബൂട്ട്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബൂട്ട്സിൽ കയറ്റി എനിക്കൊരു മെഡിസിൻ വാങ്ങാനുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിന് വേണ്ടി പോവാണ്. ഞാനങ്ങനെ ലെങ്ത്ത് ഉള്ള ഷോക്സ് ഇടാറില്ല. പക്ഷെ ഇവിടെ നല്ല തണുപ്പായ കാരണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ ഇക്കാക്കൊരു ക്യാപ്പും വാങ്ങിച്ചു. കാരണം ഇത് പുള്ളിക്കാരന് അത്ര ഇഷ്ടമായിട്ടില്ല ഇപ്പോൾ ഇട്ടിട്ടുള്ള ഒരു ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി റേറ്റൊക്കെ കുറവാണ് കേട്ടോ ലണ്ടനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ നല്ല അടിപൊളി ഷൂവിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷെ ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല. ഇത് രണ്ടും എടുത്തിട്ട് നമ്മൾ പോയി. എന്നിട്ട് നമ്മൾ നേരെ പോയത് ബർഗർ കിങ്ങിലാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു, നമ്മൾ പുലർച്ചെ ഇറങ്ങിയത് കാരണം. അപ്പോൾ ബർഗർ ഓർഡർ ചെയ്തു. പിന്നെ ചീസി ഫ്രൈസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഞാനവിടെ ഇരിക്കുകയായിരുന്നു, ഇക്കാണെല്ലാം കൊണ്ടുവന്നത്. അപ്പൊ നമ്മള് ഇവിടെ സ്കോട്ട്ലാൻഡില് എഡിൻബറയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. നല്ല തണുപ്പാണ്. നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുമ്പോൾ കാണുന്നുണ്ടാവും, നന്നായിട്ട് തന്നെ തണുത്ത് മരവിച്ചിട്ടുണ്ട് കേട്ടോ കൈയൊക്കെ. അപ്പോൾ നമ്മളിപ്പോ ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ. എന്താ പറയാ, ഭയങ്കര തണുപ്പ്. ഞങ്ങളിതാ സിറ്റി സെന്ററിലോട്ട് പോകാൻ പോവാണ്. അതൊക്കെ ഇവിടെ ട്രാം ഉണ്ട്, നമ്മൾ ട്രാമിലാണ് പോകുന്നത് അല്ലേ? ട്രാം അല്ലെങ്കിൽ ബസ്, നോക്കിയൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ട്രാമിലാണ് കേട്ടോ പോകാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രാം യൂസ് ചെയ്യുന്നത്. ഒക്കെ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമുക്ക് സ്കോട്ട്ലാൻഡൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ട്രാമിൽ കയറി പോകുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിലാകുമ്പോഴും നമ്മൾ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പുറത്ത് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഭയങ്കര ഇതാണ് കേട്ടോ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെ പച്ചപ്പിനേക്കാളും കൂടുതൽ എന്താ പറയുക, ഒരു പ്രത്യേക തരം സ്ഥലമാണ് കേട്ടോ അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയുള്ള ബിൽഡിംഗ് എല്ലാം നല്ല പഴക്കമുള്ള ബിൽഡിങ്ങാണ്. 100-200 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ എല്ലാതും. അപ്പോൾ അടിപൊളിയായിരുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് പോയ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വഴിയെ കാഴ്ചകളൊക്കെ കാണാം.
അപ്പോൾ നമ്മൾ എഡിൻബ്രയിലെത്തിയിട്ട് ആദ്യം വന്നിട്ടുള്ളത് നാഷണൽ ഗാലറി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടുത്തെ ആർട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് അതിൽ കൊള്ളുന്ന അത്ര ലഗേജ് ഉണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ നമുക്ക് സേഫായിട്ട് വെക്കാൻ പറ്റും. നമ്മൾ ലഗേജും തൂക്കി പിടിച്ചിങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതെന്തോ ഒരു ലെക്ക് കൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് അതവിടെ വെക്കാൻ പറ്റി. പക്ഷേ ഇത് ഇവിടെ നമ്മൾ ബാഗ് വെച്ചിട്ട് നമ്മൾ ഈ ഗാലറി കാണാണെങ്കിലൊക്കെ, അല്ലാണ്ട് നമ്മൾ പുറത്ത് പോകരുത് എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷെ നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് അതിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പൈസ കൊടുത്തിട്ട് വെക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ആർട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എന്നിട്ടാണ് കേട്ടോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ റൂം ചെക്ക് ഇൻ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 3:30-ക്കാണ് കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ചുമ്മാ നമുക്ക് ഫസ്റ്റത്തെ ദിവസം മൊത്തം ഒന്ന് കാണാം, അതിനുശേഷം നമുക്ക് പിന്നീട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്ന് എടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ടയേർഡായിരുന്നു. ട്രാവലിൻ്റെ ഒരു ട്രാവൽ ചെയ്തിട്ടുള്ള ക്ഷീണമല്ല, നമ്മൾ നേരത്തെ എണീറ്റിട്ടുള്ള ആ ഒരു ക്ഷീണമായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം ഇതായിരുന്നു. നമ്മൾ സ്കോട്ടിഷ് ആർട്ട് കാണാൻ വേണ്ടി വന്നതാണ്. ഇത് കൂടുതൽ ഞാൻ വിവരിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഓരോ എന്താ പറയുക, ചരിത്രം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവരിതുപോലെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊക്കെ നോക്കി വായിക്കാവുന്നതാണ്. എന്താണ് ഈ പിക്ചറിൽ അവരുദ്ദേശിച്ചത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ സിറ്റി ടൂർ ചെയ്യാണ്. നമ്മളിപ്പോൾ ബസ്സിൻ്റെ മേലെ ഉണ്ട് ഇരിക്കുന്നത്. നമുക്ക് 2 പേർക്ക് കൂടി എത്രയായി? 32 pounds. 32 pounds ആയി. പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണാൻ വരുമ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം കേട്ടോ. ഒന്നെങ്കിൽ ക്രൂയിസ്, നമ്മൾ പാരീസിൽ പോകുമ്പോൾ നമ്മൾ ക്രൂയിസ് എടുത്ത് ഇപ്പം നമ്മൾ സിറ്റി ടൂർ അടിക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് ഒരുവിധ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മേലെ നിന്ന് കാണുമ്പോൾ നല്ല വ്യൂ, നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ നല്ല തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്, ലിപ്പൊക്കെ പൊട്ടുന്നുണ്ട്, കൈയൊക്കെ ഭയങ്കര -1 ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ സ്കോട്ട്ലാൻഡ് വരാണെങ്കിൽ എന്തായാലും ഈ സിറ്റി ടൂർ എടുക്കണം കേട്ടോ. നല്ല തണുപ്പ് സഹിച്ചിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ മേലെ പോയിട്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കാണാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു ഇതിലിരിക്കുകയാണ് കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ നമുക്കിതിലൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ദിവസം നമ്മൾ ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറി മെയിൻ അട്രാക്ഷനായിട്ടുള്ള സ്ഥലത്തൊക്കെ ബസ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ബസ് വരുമ്പോൾ നിങ്ങൾക്ക് ഈ സെയിം ടിക്കറ്റ് കാണിച്ചിട്ട് ബസ്സിൽ കയറാം കേട്ടോ. അതായത് ഇങ്ങനെ സിറ്റി ടൂർ നടത്തുന്ന ബസ് വരുമ്പോൾ നിങ്ങൾക്ക് ആ ടിക്കറ്റ് കാണിച്ചിട്ട് അതിൽ കയറാവുന്നതാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഇറങ്ങിയൊന്നുമില്ല. നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം മൊത്തം ബസ്സിലിരുന്ന് കണ്ട് പിന്നെ പിറ്റേ ദിവസം നമുക്ക് മനസ്സിലായി നമ്മുടെ റൂമിൻ്റെ അടുത്തായിട്ടാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം പോവാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ ബസ്സിൽ ഇരുന്ന് ഇങ്ങനെ കാണാമായിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു. നല്ല തണുപ്പും നല്ല കാറ്റും എല്ലാം കൂടി മിക്സ്ഡ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, പക്ഷെ തണുപ്പാണെങ്കിലും നമുക്ക് ഈ സ്ഥലമൊക്കെ കാണുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടല്ലോ മനസ്സിന് കിട്ടുന്ന, അത് ഭയങ്കര ഇതായിരുന്നു. ഈ സ്കൈയുടെ കളറ് കാണാൻ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു ബ്ലൂ കളർ കേട്ടോ. നമ്മൾ ഈ പിക്ചറിലൊക്കെ കാണുന്ന പോലത്തെ, വാൾപേപ്പറിലൊക്കെ കാണുന്ന പോലത്തെ സ്കൈ ആണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ഓരോ സ്ഥലത്ത് ബസ് നിർത്തുമ്പോഴും ഓരോ സ്ഥലത്തിലൂടെ പാസ് ചെയ്യുമ്പോഴും അവർ ആ ബിൽഡിങ്ങിനെ കുറിച്ചിട്ടും ആ സ്ഥലത്തിനെ കുറിച്ചിട്ടും ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരും. അതായത് നമുക്ക് ഈ ബസ്സിൽ നമുക്ക് ഹെഡ്സെറ്റ് യൂസ് ചെയ്യാം കേട്ടോ. അവർ നമുക്ക് ബസ്സിൽ കയറുമ്പോൾ തന്നെ ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. എൻ്റെ ഫോണ് ഓഫായി പോയിട്ട്, അപ്പോൾ ഇവിടെ അതിൻ്റെ ഇക്കയുടെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കണ്ടു. നമ്മുടെ സിറ്റി ടൂറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. മസ്റ്റ് ട്രൈ ആണ് സിറ്റി ടൂർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലം അതിൽ തന്നെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടൽ എന്ന് പറയുന്നത് 4 പോയിന്റ് ഷെരാട്ടൺ ആണ്. 4 പോയിന്റ് ബൈ ഷെരാട്ടൺ ആണ്. അപ്പോൾ നല്ല റൂമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ കയറി വരുമ്പോൾ ഉള്ള ഒരു ഇതെന്ന് പറയുന്നത്. ഈ സൈഡിൽ തന്നെ നമുക്ക് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പിന്നെ ഇവിടെ അയൺ ചെയ്യുന്ന ബോക്സും ലോണ്ട്രിയുടെ ബാഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എക്സ്ട്രാ ഇതെന്താ സംഭവം, ഇത് ഹെയർ ഡ്രയർ അങ്ങനത്തെ സാധനമാണ്. പിന്നെ ഇവിടെ നമുക്ക് ഡ്രസ്സ് ഹാങ് ചെയ്യാം. പിന്നെ ലഗേജ് എന്തെങ്കിലും വെക്കാനുള്ള ആ ഒരു സംഭവമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് പുറത്തെടുത്ത് വെക്കാം. പിന്നെ ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു ടവലുണ്ട്, എക്സ്ട്രാ ബ്ലാങ്കറ്റ്. പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, കാർഡ്, പാസ്പോർട്ട് അങ്ങനത്തെ ഒക്കെ. പിന്നെ ഒരു മിറർ ഉണ്ട്. പിന്നെ ഈ സൈഡിലാണ് നമുക്ക് വാഷ്റൂം വരുന്നത്. വാഷ്റൂം കാണിച്ചു. വാഷ്റൂം നോർമലൊരു വാഷ്റൂമാണ്. നമുക്ക് 2 ദിവസമൊക്കെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഷാമ്പു അങ്ങനത്തെ ഒന്നും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി ഇവിടെ ഷാമ്പു, കണ്ടീഷണർ, ജെല്ലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫേസ് ക്ലോത്ത് ഉണ്ട്, ടിഷ്യൂ, അങ്ങനെ ഒരു നോർമൽ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ.
പിന്നെ റൂമാണ് ഇതാണ് എനിക്ക് മെയിനായിട്ട് ഇവിടെ ഇഷ്ടമായത്. നല്ല അടിപൊളി എന്താ പറയുക, കാണാൻ ഒരു കോസി ടൈപ്പ് ബെഡ്റൂം. വാളൊക്കെ നല്ല പെയിൻറ്റിങ് ഒക്കെ ആയിട്ട് അത്രയേ ഉള്ളൂ. അടിപൊളി റൂമാണ് അല്ലേക്ക. റൂം നൈസാണ്. എഡിൻബർഗ് ടൗണിന്റെ സെന്ററിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് പുറത്തൊക്കെ ഇപ്പൊ പോണെങ്കിൽ എളുപ്പമാണ്. നമ്മൾ ഒരുപാട് ദൂരം റൂം എടുത്തിട്ടും കാര്യമില്ല, കാരണം നമുക്ക് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാവും. നമ്മളെ എഡിൻബർഗ് കാസ്റ്റലിൽ നിന്ന് ആകെ ഒരു 15 മിനിറ്റ്സ് വാക്കുള്ളൂ. സെന്ററിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. പിന്നെ അവിടെ നല്ല അടിപൊളി ഒരു സോഫ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിനി ബാർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവർ പറഞ്ഞു അവർ ഫില്ല് ചെയ്ത് തരും. ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് കെറ്റിൽ, അതുപോലെ തന്നെ നമുക്ക് ടീ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ വാട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ടീ, കോഫി, ഷുഗർ ഇത് നമ്മൾ വാങ്ങിച്ചു വന്നതാണ് പുറത്തുനിന്ന്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേയിൽ നടന്ന സംഭവങ്ങളൊക്കെ. ഇത്രയൊക്കെയാണ്. ഇതിൻ്റെ ബാക്കി 2ാമത്തെ 3ാമത്തെ ദിവസം എടുത്ത വീഡിയോസൊക്കെ ഉണ്ട്. ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അധികം ലാഗ് അടുപ്പിക്കുന്നൊന്നുമില്ല. അപ്പം ഇനിയും ഒരുപാട് വീഡിയോ ലെങ്ത്ത് കൂടി പോകുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിർത്തുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ.